അതായത് ഇവിടുത്തെ ഇന്റർവ്യൂ സിസ്റ്റം എന്ന് പറയുന്നത് NHS സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ ഒരു അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റിക്കോ അതല്ല എങ്കിൽ നമ്മളിപ്പോ ഒരു റിസപ്ഷനിസ്റ്റ് പോസ്റ്റിക്കോ ആണ് ജോബ് അപ്ലൈ ചെയ്തിരിക്കുന്നത് വിചാരിക്കുക. അപ്പൊ നമ്മളടുത്ത് ചോദിക്കുന്ന നിങ്ങളിപ്പോൾ ഒരു റിസപ്ഷനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഇന്നൊരു സിനാരിയോ നിങ്ങൾ എന്ത് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക എന്ന് നമുക്ക് സിനാരിയോ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. നിങ്ങളൊരു ഡിഫിക്കൽട്ട് ആയിട്ട് ഒരു പേഷ്യന്റിനെ എങ്ങനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യും, അതല്ല എങ്കിൽ നിങ്ങൾക്ക് മുൻപുള്ള ഒരു ജോലിയിൽ ഡിഫിക്കൽട്ട് ആയിട്ട് ഒരു പേഷ്യന്റിനെ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്തു, അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒഫീഷ്യലി നിങ്ങളിപ്പോൾ ഒരു കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഒരു പേഷ്യന്റ് വന്നാൽ നിങ്ങൾ എങ്ങനെ അവർ ഡീൽ ചെയ്യും. അവർ ആംഗ്രി പേഷ്യന്റ് ആയിരിക്കും, ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനേക്കാളും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു മാറ്റർ ആയിരിക്കും. അപ്പൊ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, മൾട്ടി ടാസ്കിങ് എങ്ങനെ നിങ്ങൾ ചെയ്യും തുടങ്ങിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. അത് സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ NHS ഉണ്ടാവുക എന്ന് പറയുന്നത്. നല്ല ക്ലിയർ ആയിട്ടുള്ള ആൻസർ പറയുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ കൂടി ജോലി ലഭിക്കും എന്നുള്ളതാണ്.